ഹായ്, ഞാൻ അശ്വതി. എല്ലാവർക്കും ഡി ഫാമിലിയിലേക്ക് സ്വാഗതം. ഇത് ഇച്ചിരി ലേറ്റ് ആയിപ്പോയൊരു വീഡിയോ ആണ് കേട്ടോ. ഒരു സൺഡേ സ്പെഷ്യൽ. കഴിഞ്ഞ ലാസ്റ്റ് സൺഡേ ഉണ്ടാക്കിയതാണ്. നല്ല നെയ്ച്ചോറ്. ഇപ്പം നെയ്ച്ചോറ് ഇവിടെ സ്ഥിരമായിട്ട് വയ്ക്കുമ്പോൾ പരിപ്പ് കറി നിർബന്ധമാണ് കേട്ടോ. ഒട്ടനെ എന്ത് റോസ്റ്റ് ഉണ്ടെങ്കിലും ഉടനെ ചോദിക്കും പരിപ്പ് കറിയില്ലേ. എനിക്ക് തോന്നിയിട്ടുണ്ട് എന്തിനാ ബീഫ് റോസ്റ്റൊക്കെ ഉണ്ടാക്കുന്നത്, പരിപ്പ് കറി പോരെ. എൻ്റെ ബീഫ് റോസ്റ്റിൽ കണ്ടോ ഒരു കുഞ്ഞി കിണർ കുഴിച്ചിട്ടേക്കുന്നത്. അത് അച്ഛനും മോളും കൂടെ ടേസ്റ്റ് ചെയ്ത് ഒരു കിണർ കുത്തിയതാണ്. കൂടെ വെള്ളവും കണ്ടിട്ടുണ്ട്. ആഹാ, അന്തസ്. എന്താ ബീഫ് റോസ്റ്റ്. നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നല്ല നാടൻ ബീഫ് റോസ്റ്റ്. അതിൽ നിന്ന് നന്നായിട്ട് അങ്ങ് വാരി നമ്മുടെ നെയ്ച്ചോറിലേക്കും തട്ടി ആ പരിപ്പും കൂട്ടി ആ സാലഡും കൂട്ടി ഒരു പിടിച്ചാൽ സൺഡേ കേമായി. പിന്നെ ഉച്ചയ്ക്ക് ഉണ്ടായിരുന്ന ഒരു ചെറിയ കലാപരിപാടിയാണ് ഈ കാണുന്നത് കേട്ടോ. 4-5 വള്ളിയായിട്ടൊരു ലൂബിക്കാമരമുണ്ട്. ഇവിടെ ലൂബിക്ക, ലൗലോലിക്ക എന്നൊക്കെ പറയും. മലപ്പുറം ഭാഗത്തോട്ട് ഞാനിത് കണ്ടിട്ടില്ല. അവിടെ വന്നതിന് ശേഷമാണ് ഈ നെല്ലിക്ക കണ്ട്. നമ്മുടെ ചീമ നെല്ലിക്ക എന്നും പറയും. അപ്പോൾ അത് മൊത്തം ഉള്ളത് പറിച്ചെടുത്ത് ഉപ്പിലിടാൻ വേണ്ടി പറിക്കുന്നതാണ് ആ കാണുന്നത്. ഈ കോണിമ കയറുന്ന വിദഗ്ധന് കോണി ഭയങ്കര പേടിയാണ് കേട്ടോ. പിടിച്ചു കൊടുക്കുന്ന ആളെ കണ്ടില്ലേ, മോളാണ്, ഇടയ്ക്ക് പിടിച്ച് കുലുക്കുന്നുണ്ട്. ഇത് റിവേഴ്സ് ആയിരുന്നെങ്കിൽ കുറച്ച് വർക്കായേനെ. അങ്ങനെ ഇത്തരം ചില കലാപരിപാടികളൊക്കെ നടത്തി ഞങ്ങളെ സൺഡേ അങ്ങ് ഏതാണ്ട് വൈൻഡപ്പ് ആവാറായി കേട്ടോ. അപ്പം ഇങ്ങനെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടോ? ഞാനും ഇറങ്ങി പുല്ലിലേക്ക്. ഇത് 6 മാസം കൊണ്ട് കായ്ക്കുന്നു പറഞ്ഞാൽ ഞങ്ങളുടെ സപ്പോർട്ടർമാരാണ്. 6 വർഷമായി വെച്ചിട്ട് ഇതുവരെ കായ്ച്ച് ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഈവനിങ് ഈ കഴിച്ച ഫുഡിൻ്റെയൊക്കെ മത്ത് കയറി കിടന്നുറങ്ങി തോന്നുന്ന സമയത്ത് എണീക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പോളിസി. അപ്പോൾ കൂട്ടുകാരെ, സൺഡേ എല്ലാ കലാപരിപാടികളും ഇവിടെ അവസാനിച്ചിരിക്കുന്നു. എനിവേ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ.